മറ്റു വാർത്തകളിലേക്ക്. കൂടരഞ്ഞിയിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദിന്റെ സഹോദരൻ പൗലോസ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ ഒളിച്ചോടിയ മുഹമ്മദ് അലി തിരികെ വന്നത് 10 വർഷത്തിന് ശേഷം. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളായിരിക്കാമെന്നും സഹോദരൻ പൗലോസ് മീഡിയ വണ്ണിനോട്. ഇതവൻ നടത്തിയതല്ല. ഇവിടെ വന്നിട്ട് ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 14 വയസ്സിലൊന്നും അവനിവിടെ ഇല്ല. അത് അവൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. 14 വയസ്സിലൊന്നും അവനിവിടെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, അവൻ 2 പഠിക്കുമ്പോഴേ അവിടെ നാട് വിട്ട് പോകണം. 7 വയസ്സല്ലേ ഉള്ളന്ന്. അത് 10-15 വർഷം കഴിഞ്ഞ് അവൻ വരുന്നത്. പിന്നെ ഇങ്ങനെ 14 വയസ്സിൽ കൊല്ലുന്നു. പുള്ളിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയ തകരാറുണ്ടെന്ന് ഉണ്ട്. നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദു, ദുരൂഹത ഇപ്പോഴും തീരുന്നില്ല. ഈ സഹോദരന്റെ പേര് പൗലോസാണ്. ഈ മുഹമ്മദ് അപ്പോൾ മതം മാറിയ ഒരാളാണോ എന്നതാണ് ആദ്യം ചോദിക്കാനുള്ളൊരു സംഗതി. പിന്നീട് ഇപ്പോൾ ഈ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ പോലീസിൻ്റെ അന്വേഷണം ഏതെല്ലാം വഴികളിലൂടെ നീങ്ങുന്നുണ്ട്? ഈ പൗലോസിൻ്റെ പ്രതികരണത്തെ എങ്ങനെ കാണണം? ആദ്യം തന്നെ ഈ പൗലോസിന്റെ സഹോദരൻ തന്നെയാണ് മുഹമ്മദ് അലി. വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് അലി മതം മാറിയതാണ് എന്നുള്ളതാണ് സഹോദരനായ പൗലോസ് പറയുന്നത്. വേങ്ങരയിൽ നടന്ന ഒരു വിവാഹശേഷമാണ് ഇങ്ങനെ മതം മാറിയത് എന്നുള്ളതും പറയുന്നു. പിന്നീട് കുടുംബവുമായി വലിയ ബന്ധമൊന്നും തന്നെയും ഈ മുഹമ്മദ് അലി വെച്ച് പുലർത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പോലീസിന് മുന്നിൽ പോയി കീഴടങ്ങിയ സമയത്താണ് പോലീസിന് ഈ സഹോദരനായ പൗലോസിന്റെ നമ്പർ മുഹമ്മദ് അലി നൽകുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് പോലീസ് എത്തി ഇങ്ങനെ അന്വേഷണം നടത്തിയ സമയത്താണ് മുഹമ്മദ് അലി ഇങ്ങനെ പോയി കീഴടങ്ങിയ സംഭവവും തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെ തന്നെ സഹോദരനായ പൗലോസ് അറിയുകയും ചെയ്യുന്നത്. ഏതായാലും പൗലോസ് പറയുന്ന ഒരു കാര്യം, മുഹമ്മദ് അലി ഇങ്ങനെ ഒരു കൊലപാതകം ഒരു തരത്തിലും നടത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആളല്ല മുഹമ്മദ് അലി എന്നുള്ളത് പൗലോസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ മുഹമ്മദ് അലി നാട്ടിൽ നിന്നും ഒളിച്ചോടി പോയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് 10 വർഷം കഴിഞ്ഞാണ് കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ 14ാം വയസ്സിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ മുഹമ്മദ് അലി ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊലപാതക കുറ്റം ഏറ്റെടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതും പൗലോസ് മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമപരമായി ഒന്നും തന്നെ മുന്നോട്ട് നീങ്ങാനൊന്നും ഇവർ തയ്യാറല്ല. മുഹമ്മദ് അലി അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി നടപടികൾ കൂടെ മുഹമ്മദ് അലി തന്നെ നോക്കട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. ഏതായാലും കൂടരഞ്ഞിയിൽ മരിച്ച ആൾ ഒരുപക്ഷെ അവിടെ തോടിലെ വെള്ളത്തിൽ വീണ് മരിച്ചതായിരിക്കാം എന്നുള്ളതാണ് അവിടെയുള്ളവർ ഉൾപ്പെടെ പറയുന്നത്. അവർക്കൊന്നും തന്നെ ഈ കൊലപാതകത്തെ കുറിച്ച് വലിയ വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ഒപ്പം പൗലോസ് സഹോദരന് ചില മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുകൂടെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളി നിൽക്കുകയാണ്. ഏതായാലും മുഹമ്മദ് അലി 2 കൊലപാതകങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് കൂടരഞ്ഞിയിലും മറ്റൊന്ന് കോഴിക്കോട് വെള്ളയിലും വെച്ച്. പക്ഷേ ഈ 2 സ്ഥലത്തും മരിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. 2 സ്ഥലങ്ങളിലും ഒരു മരണം നടന്നിട്ടുണ്ട് എന്നുള്ള പത്രവാർത്തകൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ള ഏക ലീഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അന്ന് ഈ മരിച്ചു എന്ന് പറയുന്ന സംഭവം കണ്ട ആകെ ഒരാൾ മാത്രമാണ് ഈ കൂടരഞ്ഞി ഭാഗത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ മറ്റാളുകൾക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പോലീസിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ നിൽക്കുകയാണ്. ഈ മരിച്ചവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ മുഹമ്മദ് അലിയുടെ ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്താൻ സാധിക്കുകയുള്ളൂ. കടപ്പുറത്ത് മരിച്ചയാളുടെ കാര്യത്തിൽ ഒരു പത്രവാർത്ത അന്നത്തേതുണ്ട്, ഒരു അജ്ഞാതന്റെ ശവശരീരം കണ്ടെത്തിയെന്ന്. അന്ന് സ്വാഭാവികമായും അതിനകത്ത് പോലീസ് അന്വേഷണമൊന്നും നടത്തിയില്ല. അജ്ഞാതൻ മാത്രമായി അവശേഷിക്കുകയാണോ ചെയ്തത്? നന്ദു, ഈ കൂടരഞ്ഞിയിലെയും കടപ്പുറത്ത് വെള്ളയിലും നടന്ന ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവത്തിൽ ഒരു സാമ്യത എന്ന് പറയുന്നത്, അന്ന് അതിലൊന്നും അസ്വാഭാവികത പോലീസിന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കൂടരഞ്ഞിയിൽ മരിച്ച വ്യക്തിക്ക് അപസ്മാര സ്വഭാവം ഉണ്ടായിരുന്നു. ഒപ്പം ഇയാളെ തേടിയെത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ അജ്ഞാത മൃതദേഹമായി ഇത് സംസ്കരിച്ച് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് കോഴിക്കോട് വെള്ളയിലും നടന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ബാക്കി പേര് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആരും തന്നെ തേടിയെത്താനോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അത് അജ്ഞാതമായി നിലനിൽക്കുന്നു. ആ പത്രവാർത്തയിലും സമാനമായ രീതിയിലാണ് വന്നത്. 20 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ ജഡം കണ്ടെത്തി എന്നുള്ളതാണ് അന്നത്തെ പത്രവാർത്തകളിലൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആരാണ് എന്നോ അതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളൊന്നും തന്നെ പോലീസിന്റെ മുന്നിലില്ല. പഴയ RDO ഫയലുകളൊക്കെ തന്നെ അപ്പോൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ ഫയലുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളത്
എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ അപ്പോൾ പരിശോധിക്കുന്നത്. കൂടരഞ്ഞിയിൽ ആളുകൾ പറയുന്നത് അന്ന് മരിച്ച ആൾ അവിടെ പുറത്തു നിന്നും ജോലിക്ക് വന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തങ്ങൾക്കൊന്നും പരിചയമുള്ള ഒരാളല്ല എന്നുള്ളതാണ്. ഒപ്പം തേടിയെത്താൻ കൂടെ ആരുമില്ലാത്തതിനാലാണ് ഇത് തുമ്പില്ലാതെ പോയത് എന്നുള്ളതും പോലീസ് പറയുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു വ്യക്തി വന്ന് ഏറ്റു പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ മുന്നോട്ടൊരു അന്വേഷണം പോകണമെങ്കിൽ ആരാണ് മരിച്ചതെന്നും എങ്ങനെയാണ് മരിച്ചതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. മുഹമ്മദ് അലി പറയുന്നത് താൻ കൂടരഞ്ഞിയിലെ വ്യക്തിയെ ചവിട്ടി അവിടെ നിന്നും ഓടി ഇയാൾ തോട്ടിലേക്ക് വീണ് മരിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വെള്ളയിൽ തന്റെ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ആളെ താൻ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതും മുഹമ്മദ് അലി പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ മുഹമ്മദ് അലിയുടെ വാക്കുകൾ മാത്രമേ പോലീസിന് മുന്നിലുള്ളൂ. ഇത് തെളിയിക്കാനായ മറ്റ് രേഖകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് അലി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നും കുടുംബം പറയുന്നു. അപ്പോൾ പോലീസിന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. പോലീസിന് ഇത് വലിയ തലവേദനയാണ്. എങ്ങനെ ഈ കേസ് ഇതൊന്ന് പരിഹരിക്കാം എന്നുള്ളതാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മരിച്ച ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ശരി, നന്ദഗോപാലാണ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.